ഈ ധന്യമായിട്ടുള്ള വേദിയിൽ ഭഗവാൻ ശിവശങ്കരൻ കുടികൊള്ളുന്ന ഈ വേദിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പരമഭക്തന്മാരിൽ ഭക്തനായിട്ടുള്ള സാധുക്കളിൽ സാധുവായിട്ടുള്ള നന്ദനാരുടെ ചരിത്രം പറയാതെ പോയാൽ ഭഗവാൻ ശിവശങ്കരന് ചിലപ്പോൾ നമ്മളോടൊരു ദേഷ്യം തോന്നിയേക്കാം. അതുകൊണ്ട് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള നന്ദനാരുടെ ചരിത്രം വളരെ ചുരുക്കി എന്ന് പറയുകയാണ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. അനവധി പേര് ഹരികഥാ കാലക്ഷേപം ഇന്നും തമിഴ്നാട്ടിൽ നടത്തുന്ന മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നന്ദനാർ ചരിത്രം. അത് ഈ വേദിയിൽ പെട്ടെന്ന് തോന്നിയതാണ്. മറ്റു കഥകൾ പലതും പറയാൻ ആഗ്രഹിച്ചുവെങ്കിലും നന്ദനാരുടെ ചരിത്രം പറയാതെ പോകല്ലേ എന്ന് ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലും അങ്ങനെ തോന്നിയത് കൊണ്ടാണ് നന്ദനാരുടെ കഥ പറയാൻ എന്ന് വിചാരിച്ചത്. ഭഗവാനെ ആദ്യം നമ്മൾ കേട്ടു, നാദ പെരും പറയണേ എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി. നാദ പെരും പറയണേ, പുറൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയാണ്. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴേ അങ്ങനെയുള്ള ഭഗവാൻ ശിവശങ്കരൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തന്റെ കഥയാണ്. 63 നായനാർമാരിൽ തിരുനാളെ പോവാർ നായനാർ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. നന്ദനാരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് തിരുനാളെ പോവാർ നായനാർ. അദ്ദേഹം ജനിച്ചത് പറയ കുടിയിലാണ്. കുടി ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്നത്തെ കുടി സമ്പ്രദായമാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കുടിയിൽ ജീവിക്കാൻ. അതാണ്. അപ്പോൾ പറയർ കുടിയിൽ ഇസൈ പറയർ എന്ന് പറയുന്ന ഒരു വിഭാഗം. 100 കണക്കിന് വിഭാഗങ്ങളാണ്. അതിലൊന്നാണ് ഇസൈ പറയർ. അപ്പോൾ ആ കുടിയിലാണ്. കുടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമ്പ്രദായമല്ല എന്ന് വിചാരിച്ചോളൂ. അവിടെ ശിവപെരുമാന്റെ പാട്ടുകൾ പാടി തുകൽ വാദ്യങ്ങൾ വിറ്റ് ജീവിച്ചിരുന്ന ഒരു മഹാനായ വ്യക്തിയാണ് നന്ദനാർ. ശിവന്റെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ അദ്ദേഹം നാടുനീളെ പാടി നടക്കും. ശിവഭക്തി ഗാനങ്ങൾ നന്ദനാർ. നമ്മൾ ചിദംബരത്തിൽ എന്നാൽ ഒന്നാമത് പൂജ കൊടുക്കുന്നത് നന്ദനാർക്കാണ്. നന്ദനാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള 62 നായനാർമാർക്കും പൂജ കൊടുക്കും. അതാണ് ആ ശ്രേഷ്ഠത. അപ്പോൾ ശിവപെരുമാന്റെ പാട്ടുകൾ പാടി വാദ്യങ്ങൾ വായിച്ച് അങ്ങനെ നടക്കുന്ന നന്ദനാരുടെ നാവിൽ വരുന്നത് ശിവനാമം, നിലവിൽ വരുന്നത് ശിവരൂപം. അദ്ദേഹം അങ്ങനെ പാട്ടുപാടി 72 വിധം വാദ്യങ്ങളുണ്ടായിരുന്നു, തുകൽ വാദ്യങ്ങൾ. അതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വലിയ കുടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇസൈ പറയർ എന്ന് പറയുന്ന കുടി. അദ്ദേഹം ഇങ്ങനെ ഈ വാദ്യങ്ങളൊക്കെ നിർമ്മിച്ച് നാടുനീളം ഇങ്ങനെ സാരോപദേശ കഥകളും പാടി ഇങ്ങനെ നടക്കും. ശിവന്റെ നാമവും പാടി ശിവശങ്കര 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 എന്ന് വിളിച്ച് ഇങ്ങനെ നടക്കും. ഭക്തന്മാരൊക്കെ അടുത്ത് കൂടും. നന്ദനാരെ ഒരു കഥ പറയും, ഭഗവാന്റെ ഒരു കഥ പറയും, ഒരു കഥ പറഞ്ഞിട്ട് പോയാൽ മതി, ആ വാദ്യമൊക്കെ ഒന്ന് വായിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ വാദ്യങ്ങളൊക്കെ എടുത്ത് വായിച്ചുകൊണ്ട് ഭഗവാന്റെ കഥ പറഞ്ഞ് ആ ഭക്തരുടെയൊക്കെ മനസ്സിനെ തണുപ്പിക്കും. അതാണ് നന്ദനാരുടെ ജോലി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് തോന്നി ഈ കുടിയൊന്ന് മാറിയിട്ട് ഉഴവർ കുടിയിലേക്ക് മാറാം. ഉഴവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ്. മുമ്പേ ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് ഉഴവർ കുടിയിലേക്കാണ് മറ്റുള്ളവരെല്ലാം വരുന്നത്. അവിടാണ് ധാന്യം ഇരിക്കുന്നത്, അവിടാണ് പച്ചക്കറികൾ ഇരിക്കുന്നത്, അവിടെ ധനധാന്യ സമൃദ്ധമായിട്ടുള്ള ദേശമാണ് മരുതം നിലം.
അവിടേക്കാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്നവരാണ് ഉഴവറുകളും വെള്ളാളറുകളും. വെള്ളത്തെ ആളുന്നവൻ എന്ന് വെച്ചാൽ അണ കെട്ടാൻ ശേഷിയുള്ളവൻ, അതാണ് വെള്ളാളൻ. അണകെട്ടും നിലം വിതയ്ക്കും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഉഴവറുകളിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കുറച്ചു കാലം ഉഴവർ കൂട്ടത്തിൽ നിന്ന് കൂടാം, ആ കുടിയിൽ കൂടാം എന്ന് വിചാരിച്ചു. അങ്ങനെ മാറിപ്പോയാൽ അവിടെ നിന്ന് വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ഏത് കുടിയിലേക്ക് മാറുന്നു സ്വാതന്ത്ര്യമാണ്. എവിടെ നിന്ന് മാറുമ്പോൾ എങ്ങനെയും വിവാഹം ചെയ്യാം, അവിടെ ചെന്ന് സുഖമായി താമസിക്കാം. ഭഗവാന്റെ നാമമാണോ ആലപിക്കേണ്ടത്, ആലപിച്ച് ജീവിക്കാം. വിദ്യാഭ്യാസം ചെയ്ത് പുലവറുകളാണോ ആവാം. പുലവറുകളായാൽ രാജാവിനെ ഉപദേശം ചെയ്യാം. പുലവന് താഴെയാണ് ആര്? രാജാവ്. പുലവരെ അവർന്നും രാജാവിനെ അവനെന്നുമാണ് വിളിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പുലവനാണ് മുകളിൽ, വിദ്യാഭ്യാസമുള്ളത്, പണ്ഡിതൻ, അവനാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ നന്ദനാരായണൻ ഉഴവർ കുടിയിലേക്ക് മാറി. അങ്ങനെ അദ്ദേഹം ശിവനാമം എപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കുകയാണ്. ഉഴവർ കുടിയിലാകുമ്പോൾ നമുക്ക് കാർഷിക വൃത്തിയാണ്, നിലങ്ങളും പുരയിടങ്ങളുമായിട്ടുള്ള ആ പ്രദേശങ്ങളാണ്. അപ്പോൾ അതൊക്കെ വിതയ്ക്കുക, കൊയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒറ്റ നാമമേ ജപിക്കൂ. ചിദംബരം 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 ഇങ്ങനെ ജപിച്ച് നടക്കുകയാണ് അദ്ദേഹത്തിന്റെ നാവിൽ അദ്ദേഹമുള്ളൂ. ചിദംബരം ചിദംബരം ശിവ 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 ചിദംബരം ചിദംബരം അങ്ങനെ ജപിച്ചു നടത്തും. അപ്പൊ കൂട്ടുകാരായിട്ടുള്ള മറ്റ് കർഷകർക്കൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ചിദംബരം 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 എന്ന് പറഞ്ഞു കിടക്കും. അപ്പൊ അവർക്കൊക്കെ ഒരു അതിശയം, ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ചിദംബരം ചിദംബരം എന്ന് പറഞ്ഞു കിടക്കുന്നത്. നമ്മൾ കൃഷിക്ക് പോകുമ്പോഴും ഇദ്ദേഹം അടുത്ത് വന്ന് ഓരോ മൺവെട്ടി എടുത്ത് കിടക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ചിദംബരം 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 ശിവശിവ 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 എന്നാണ്. അത്രയ്ക്ക് പരമഭക്തനായിരുന്നു നന്ദനാരായണൻ. നാവിൽ ശിവനാമം മാത്രം, ചിന്തയിൽ ശിവന്റെ രൂപം മാത്രം. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ചിദംബരം പോകണമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ധാരാളം നെൽവയലുകൾ കിടക്കുന്നതിൻ്റെ അതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ ആയിട്ടുള്ള മുഖ്യനാണ് നന്ദനാരായണൻ. അപ്പോൾ അദ്ദേഹം പറയർ കുടിയിൽ നിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി ഉഴവർ കുടിയിലേക്ക് മാറി. അപ്പം അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാം, നമുക്ക് ഏത് വേണേലും നമുക്ക് എടുക്കാം. അതാണ് അന്നത്തെ സമ്പ്രദായം. എത്ര മനോഹരമാണെന്ന് നോക്കിക്കോണം. നമ്മൾ സ്വതന്ത്രമായിട്ട് നടക്കുക. നമ്മളെ പിടിച്ച് ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു സമുദായം എന്ന് പറഞ്ഞാൽ ആ സമുദായം മാറാൻ പറ്റത്തില്ല. അത് ഇനി ഈ മനുഷ്യൻ മരിച്ച് മണ്ണടിയുന്ന വരെ ആ സമുദായത്തിൽ തന്നെ നിൽക്കാം. ഇവിടെ അതല്ല. ഇവിടെ ഏത് തൊഴിലും സ്വീകരിക്കാം, എങ്ങനെയും ജീവിക്കാം. സർവതന്ത്ര സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന ഒരു ജനമായിരുന്നു ഈ ഇരിക്കുന്ന തമിഴകത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഇരിക്കുന്ന. അങ്ങനെ നന്ദനാര് ഒരു ദിവസം അദ്ദേഹത്തിന്റെ യജമാനനോട് ചെന്ന് പറഞ്ഞു, യജമാനരെ, എനിക്ക് ചിദംബരം പോകണം. ഒരുപാട് നാളുകളായിട്ട് ആലോചിക്കുക, പോകണം നിങ്ങൾ വിചാരിക്കും. അങ്ങ് ഓരോ പണി തരും, ഞാൻ അപ്പോഴേ അത് തീർത്ത് വരുമ്പോഴത്തേക്ക് ചിദംബരം പോകാനുള്ള അവസരം നിർത്തും. അതുകൊണ്ട് ഇപ്രാവശ്യം യജമാനർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൃത്യനാണ്. അതുകൊണ്ട് യജമാനർ പറഞ്ഞു, എന്താ പിന്നെ പോവാനും പോവാം. പക്ഷേ ഇത്ര പറ കണ്ടമാണ് ഇവിടെ ഇപ്പോ തരിശായിട്ട് വരുന്നത്. അതെല്ലാം ഉഴുതു മറിച്ച് അവിടെയെല്ലാം നെല്ല് വിളയിച്ചതിന് ശേഷം എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കും. ഇപ്പൊ നന്ദനാർക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കാര്യമല്ല. ഏക്കർ കണക്കിന് കിടക്കുന്ന നിലമാണ്. അത് ഉഴുതു മറിച്ച് അതെല്ലാം കൊയ്ത് വിളയാക്കി കൊയ്ത് മെതിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ മനുഷ്യജന്മം തീരും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ വിഷമിച്ചു. അദ്ദേഹത്തിന്റെ കുടിലിൽ വന്ന് വളരെ വിഷമത്തോടുകൂടി കിടന്നു. അപ്പൊ അങ്ങ് കൈലാസത്തിൽ ശിവഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം തന്റെ പരമഭക്തനായിട്ടുള്ള നന്ദനാര് വളരെ കാലമായിട്ട് ആലോചിക്കുകയാണ്, എന്റെ അടുത്ത് വരണം, എന്നിൽ ലയിക്കണമെന്ന്. ആ പരമഭക്തനായിട്ടുള്ള നന്ദനാരുടെ ആ വിഷമം കണ്ട് സത്യസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ശിവശങ്കരന്റെ
നന്ദി ഭൃങ്കി വാ. നന്ദൻ എന്നെ അന്വേഷിക്കുന്നു. നന്ദനെ എന്നെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് ഭൂമിയിലേക്ക് പോവാം. നന്ദിയും ഭൃങ്കിയും ഭൂതഗണങ്ങളുമായിട്ട് ഭഗവാൻ അങ്ങനെ ശിവശങ്കരൻ ആ പാടത്ത് വന്നിറങ്ങി. ഭഗവാന്റെ വാഹനമായിട്ടുള്ള നന്ദികേശ്വരൻ കാളയുടെ രൂപത്തിൽ നിലം ഉഴുതു മറിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങൾ ആ ഉഴുത് മറിച്ച ആ നിലത്തിൽ കട്ട തല്ലുന്നു, നിരപ്പാക്കുന്നു, വിത്തുകളിടുന്നു. അങ്ങനെ അവിടെ തകൃതിയായ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ശിവനും അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളും ചേർന്ന് ആ നെൽവയലാകെ വിതച്ചു. ആ നെൽവയൽ ആ രാത്രി കൊണ്ട് വളർന്ന് മുകളിലേക്ക് വന്നു. ആ നെൽവയൽ ഉള്ള നെല്ലെല്ലാം പഴുത്ത് അതെല്ലാം കുനുകുനെ അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഭഗവാൻ ശിവശങ്കരൻ ഭൂതഗണങ്ങളുമായി നേരെ കൈലാസത്തിലേക്ക് യാത്രയായി. നേരം വെളുത്തു. ആൾക്കാരൊക്കെ ചെന്ന് നോക്കിയപ്പോ ഇന്നലെ തരിശായി കിടന്ന ഭൂമി അതാ വിളഞ്ഞ് പഴുത്തു കിടക്കുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ചിലരൊക്കെ കണ്ണു തിരുമുന്നു, നോക്കുന്നു, വീണ്ടും കണ്ണു തിരുമുന്നു, നോക്കുന്നു, അടുത്തവനോട് കുശുകുശിക്കുന്നു. ഏയ്, സത്യമാണോടാ? ആ കാണുന്നത് സത്യമാണോ? ആ നെല്ല് വിളഞ്ഞെടുക്കുന്ന സത്യമാണോ? ചോദിക്കുകയാണ് ഓരോരുത്തരും. ഇതെന്താടാ ഈ അത്ഭുതം? ഇന്നലെ ഇവിടെ അങ്ങനെ സംഭവമില്ലായിരുന്നല്ലോ. തരിശായി കിടന്ന ഭൂമിയല്ലേ, ഇതെങ്ങനെ വന്നു? നമുക്ക് വിശ്വസിക്കാമോ? എന്തായാലും നമ്മുടെ നേതാവുണ്ടല്ലോ, നമ്മളെല്ലാം രക്ഷിക്കുന്ന നമ്മുടെ ജന്മി, അദ്ദേഹത്തിനോട് പോയി പറയാം. അവരൊരു കൂട്ടര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് യാത്രയായി. യജമാനരെ വരൂ, ഓടി വരൂ. നമ്മുടെ വയലുകളെല്ലാം പഴുത്ത് അങ്ങനെ കിടക്കുന്നു. വളരെ സുന്ദരമായി കിടക്കുന്ന നമ്മുടെ വയലുകൾ എങ്ങനെ സംഭവിച്ചു? യജമാനർക്ക് അപ്പോഴും ഒരു സംശയം. യവന്മാർക്ക് എന്തോ സാരമായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ വല്ല കള്ളങ്ങാണം കുടിച്ചപ്പോഴത്തേക്ക് കൂടിപ്പോയി കാണും. അതിന്റെ ആയിരിക്കും. ചുമ്മാ കള്ളം പറയുന്നു. ഇന്നലെ വരെ തരിശായി കിടന്നിടത്ത് ഇന്ന് ഭൂമി എങ്ങനെ വിളവായി കിടന്നു? കള്ളം പറയുക. അപ്പൊ പറഞ്ഞു, അല്ല, ഞങ്ങൾ സത്യമാ പറയുന്നത്. അത് ആ നെൽവയലുകളെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. ആഹാ, അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഈ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഈ വടി വെച്ച് ഞാൻ വളരെ ഘോരമായിട്ട് ശിക്ഷിക്കും. കുഴപ്പമില്ല, അങ്ങ് വന്നോളൂ, വന്ന് കാണൂ. അങ്ങനെ അവര് ആ നാടുവഴി വിളിച്ചുകൊണ്ട് ആ പാടത്തേക്ക് ചെന്നു. ആദ്യമേ ദൂരത്തുനിന്ന് കണ്ടപ്പോഴേ ആ ജന്മിക്കൊരു സംശയം. ഇനി ഞാനെങ്ങാനും കള്ളടിച്ചിട്ടുണ്ടോ? ഈ കാണുന്നത് ശരിയാണോ? എന്റെ കണ്ണിനെ ആരെങ്കിലും മൂടി വയ്ക്കുകയാണോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്നുകൂടെ നോക്കി. അപ്പോ ശരിയാ നിലമെല്ലാം പഴുത്ത് കിടക്കുക. ഇന്നലെ വരെ അവിടെ ഒന്നുമില്ലായിരുന്നു. ആ നിലമാണ് പഴുത്ത് കിടക്കുന്നത്. വീണ്ടും അദ്ദേഹം അടുത്ത് നിന്ന് നോക്കി, തൊട്ട് നോക്കി. നെല്ലാണോ? ഇത് വിളഞ്ഞു കിടക്കുകയാണോ? വീണ്ടും അദ്ദേഹം പരിശോധിച്ചു. ശരിയാ, നെല്ല് വിളഞ്ഞ് പഴുത്ത് കിടക്കുക. അപ്പോ കുറെ പേര് പോയി, നന്ദനാരെ നീ അറിഞ്ഞോ? നിന്റെ ആ വയലുകളെല്ലാം വിളഞ്ഞു കിടക്കുന്നു. നന്ദനാർക്ക് സംശയം. യുവമാരെന്നലെ കള്ളു കുടിച്ചതിന്റെ ആ ഒരു ലഹരി ഇതുവരെ വിട്ടിട്ടില്ല.
ചുമ്മാ കള്ളം പറയുമായിരിക്കും, വെറുതെ എന്നെ ഒന്ന് കളിയാക്കാൻ പറയുമായിരിക്കും. നന്ദനാര് പതുക്കെ കണ്ണൊക്കെ തിരുമി നേരെ ആ കൃഷിഭൂമിയിലേക്ക് പോയി. അപ്പോഴ് ആ ജന്മി അവിടെ നിന്ന് ഈ അതിശയം കണ്ടിങ്ങനെ നിൽക്കുകയാണ്. നന്ദനാരെയും കൂട്ടി ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ വരികയാണ്. നന്ദനാർ വന്ന് നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ വരെ തരിശായി കിടക്കുന്ന ഭൂമി ഇതാ വിളഞ്ഞ് നല്ല നെല്ല് വിളഞ്ഞ് പഴുത്തു കിടക്കുന്നു. എന്താ കാഴ്ച! ഭഗവാനെ ശിവശങ്കര, എന്താണെന്ന് ഈ അടിയൻ അറിയത്തില്ല. ഇതൊന്നും എനിക്കിതൊന്നും അറിയത്തില്ല. ഇതെന്താ, ശരിയാണോ ഞാൻ ഈ കാണുന്നത്? ഞാനൊരു പിത്തനായി മാറിയോ? പിത്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വേറൊരു പേരാ പിത്തൻ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്ദര നായനാർ വിളിച്ചതാണ് പിത്താന്ന്. ദേഷ്യം വന്നപ്പോൾ വിളിച്ചതാണ്. അപ്പോ ശിവഭഗവാൻ പറഞ്ഞു, സുന്ദര, നീ എന്തായാലും അങ്ങനെ വിളിച്ചല്ലോ. പിത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ഗർഭമുള്ളവനാ. ഞാൻ സ്വതവേ ഒരു ചെറുക്കനാ. അത് ശരിയല്ലേ? നമ്മളെല്ലാവരും ഒരുവിധം ചിന്തിച്ചാൽ ഓരോ തരത്തിലുള്ള കിറുക്കുള്ളവരാണ്. അപ്പൊ ഇവിടെ നന്ദനാർക്ക് ഒരു സംശയം, പൈത്യം പിടിച്ചാച്ചാ ഒരു സംശയം. മറ്റുള്ളവരൊക്കെ ചോദിച്ചിടേ കാണുന്നത് ശരിയാണോ? വീണ്ടും നന്ദനാരും കണ്ണു തിരിഞ്ഞ് നോക്കി. ശരിയാണ്, വയലെല്ലാം വിളക്കെടുക്കും. അപ്പോഴത്തേക്ക് ജന്മി അടുത്തേക്ക് വന്നു. അദ്ദേഹം തലതാഴ്ത്തി ഇങ്ങനെ നിന്നു. നന്ദനാരോട് പറഞ്ഞു, നന്ദനാരെ, ഒരുപാട് നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഭക്തി ഞാൻ മനസ്സിലാക്കിയില്ല. നീയാണ് ഭഗവാനെ അറിഞ്ഞത്. നിനക്കല്ലാതെ മറ്റാർക്കും ഭഗവാനെ അറിയാൻ സാധിക്കില്ല. ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട്, വേദശാസ്ത്ര പണ്ഡിതനായ ഒരു വ്യക്തിയായിട്ട് ഞാൻ ദിവസവും ശിവശങ്കരന്റെ പൂജ കഴിക്കുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. പരമസാധുവായ നിന്റെ മുന്നിലാണ് പ്രത്യക്ഷപ്പെട്ടത്. നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ നിലം എഴുതിട്ടിരിക്കുന്നത്. അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചു. നന്ദനാരോട് പറഞ്ഞു, ക്ഷമിക്കൂ ക്ഷമിക്കൂ നന്ദനാരെ, അങ്ങയ്ക്ക് എവിടെയാണ് പോകേണ്ടത്? അങ്ങയ്ക്ക് ചിദംബരം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ പരിവാരങ്ങളോടും കൂടി ചിദംബരത്തേക്ക് പൊയ്ക്കോളൂ 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 എന്ന് പറഞ്ഞ് അദ്ദേഹവും കുറച്ച് സ്ഥലം അനുഗമിച്ചു. നന്ദനാര് ശിവഭക്തിഗാനങ്ങളൊക്കെ പാടി അങ്ങനെ ഉടുക്കും പൊട്ടി പാട്ടുപാടി, ഉടുക്കും പൊട്ടി പാട്ടുപാടി ഭക്തരായ ഭക്തരെല്ലാം കൂട്ടിക്കൊണ്ട് അങ്ങനെ ആ ചിദംബരം ക്ഷേത്രത്തിൽ ഭഗവാൻ ശിവശങ്കരൻ നന്ദി ഭൃംഗി തുടങ്ങിയവരോട് പറഞ്ഞു, നമ്മുടെ ഭക്തൻ അതാ നന്ദനാർ വരുന്നു, നന്ദനാരെ നമുക്ക് സ്വീകരിക്കണം, നമുക്ക് കൈലാസത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. അദ്ദേഹത്തിന് ഇനി ഈ ഭൂമിയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പരമഭക്തനായ ഈ നന്ദനാർ ഒന്നാമനായിരിക്കും. 63 നായനാർമാർ. നായനാർ എന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ ഏറ്റവും പേര് കേട്ട ഭക്തന്മാരാണ്. കെ നായനാർ നമുക്കറിയാം. ഈ നായനാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശിവഭക്തന്മാരിൽ അഗ്രഗണ്യന്മാര്. അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള 63 പേര്, അവരാണ് നായനാർമാർ. അതിൽ 1-ാം സ്ഥാനമാണ് ആർക്ക് കൊടുത്തത്? നന്ദനാർക്ക്. നന്ദനാര് പാട്ടും പാടി തുള്ളി 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 ചിദംബരം ക്ഷേത്രത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്തരായ ഭക്തരെല്ലാം ഈ നന്ദന്റെ വരവ് കണ്ട് അവരിങ്ങനെ അതിശയിച്ചു നിൽക്കുകയാണ്. പതുക്കെ 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 ആ ക്ഷേത്രത്തിനടുത്തേക്ക് പോയി 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 നന്ദനാര് ആ ക്ഷേത്രത്തിനുള്ളിൽ കടന്നു. ഭഗവാൻ ശിവശങ്കരൻ നന്ദി ഭൃംഗി തുടങ്ങിയിട്ടുള്ള സർവഭൂതഗണങ്ങളോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അവിടെ വന്നു. ആ പരമഭക്തനായ നന്ദനാർ ചിദംബരം ക്ഷേത്രത്തിലെ ശിവഭഗവാനിൽ ലയിച്ചു.
കാര്യം ആ ഭക്തി നിർഭരമായ കഥ എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും ഈശ്വരനില്ല. നമ്മളെല്ലാവരും ഒരേ കുലമാണ്, ഒരേ കുലത്തിൽ ജനിച്ചു, മനുഷ്യകുലത്തിൽ ജനിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മളിലെല്ലാവരും ഒരു കിണ്ണത്തിൽ ഒരു ജലം നിറച്ചു കഴിഞ്ഞാൽ എല്ലാ കിണ്ണങ്ങളിലും ആ ജലം ഒരേ സ്വഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. അതുപോലെ ഈശ്വരൻ്റെ ചൈതന്യം നമ്മളിലെല്ലാം ഒരുപോലെ കുടികൊള്ളുന്നുണ്ട്. അപ്പം നമ്മൾ പരസ്പരം എപ്പോഴും എന്ത് വേണം? നല്ല ബഹുമാനം വേണം. അടുത്ത് നിൽക്കുന്നവൻ ഭഗവാന്റെ സ്വരൂപമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം നമ്മൾ മറ്റൊരാളെ സമീപിക്കേണ്ടത്. അങ്ങനെ ആയാൽ നമ്മളെല്ലാവരും ഈശ്വരന്മാരായി തീരും. ഈ ഇരിക്കുന്ന നമ്മളെല്ലാം ഈശ്വരന്മാരാണ്, ഓരോ പേരുകളിലിരിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു? സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ള എല്ലാറ്റിലും കുടികൊള്ളുന്ന ചൈതന്യമാണ് ഈശ്വരൻ. സ്ഥാവരമെന്നോ ജംഗമെന്നോ ഒന്നുമില്ല, എല്ലാറ്റിലും ആ ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? പരസ്പര ബഹുമാനമാണ്. പരസ്പരം ബഹുമാനിക്കണം. ആയിരിക്കുന്നതും ഈശ്വര ചൈതന്യം, ഈ ഇരിക്കുന്നതും ഈശ്വര ചൈതന്യം. അതുകൊണ്ട് നമ്മളെല്ലാം ഈശ്വരൻ്റെ മക്കളാണ്. ആ ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നു ചേരുന്ന ഒരു സൗഭാഗ്യമുണ്ട്. നമ്മുടെ നാട് ഈ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറും. നമുക്കില്ലാത്ത ഒരു കാര്യം ഇതാണ്. നമ്മൾ അടുത്തിരിക്കുന്ന ആളെ മറ്റൊന്നായിട്ടാണ് കാണുന്നത്, നമ്മളായിട്ടല്ല കാണുന്നത്. അങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും എല്ലാ സമയത്തും ചിന്തിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കഥയൊക്കെ അങ്ങനെ നമ്മൾ കേട്ടു. വളരെ സന്തോഷവാന്മാരായി.